അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും നോക്കൽ ഹറാമില്ല, തൊടൽ ഹറാമില്ല. കാരണം എന്താ? തൊടല് നോക്കൽ പോലെയാണ്. ബൽ എങ്കിലും യുക്റഹു, കറാഹത്താണ് ഈ സ്പർശനം, വലോ മഅ ശഹവത്തി, വികാരത്തോടു കൂടെയാണെങ്കിലും നോക്കൽ അല്ലാതെ തൊടല് അത് കറാഹത്താണ്. ഇമാം സുംബാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, എന്നാൽ വികാരത്തോടു കൂടെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ തൊടലും ഭർത്താവ് ഭാര്യയെ തൊടലും ഹറാമാണ് എന്നാണ്, വികാരത്തോടു കൂടെയാണെങ്കിൽ. ഇമാം ഖത്തീബ് റഹ്മത്തുള്ളാഹിയുടെ വാക്കും ഈ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്. ഇത് മഹല്യ കല്യൂബിലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നോക്കൽ അനുവദനീയമാണ്, അതുപോലെ തന്നെയാണ് തൊടലും. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനെ തൊടലും ഭർത്താവിന് ഭാര്യയെ തൊടലും ഹറാമില്ല, എങ്കിലും കറാഹത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉപേക്ഷിക്കലാണ് നല്ലത്, അതാണല്ലോ കറാഹത്ത്. അത് വികാരത്തോടു കൂടിയാണെങ്കിലും കറാഹത്തെ ഉള്ളൂ എന്നാണ് അഭിപ്രായം. എന്നാൽ ഇമാം സുംബാത്തി, ഇമാം ഖത്തീബ് റഹ്മത്തുള്ളാഹി തുടങ്ങിയവരൊക്കെ വികാരത്തോടു കൂടിയാണെങ്കിൽ ഹറാമാണ് എന്ന അഭിപ്രായക്കാരുമാണ്. അപ്പോൾ ഇതാണ് ചെറിയ വ്യത്യാസം. നോക്കൽ ഹലാലാണ്, തൊടലും ഹലാലാണ്. വികാരത്തോടു കൂടിയാണെങ്കിലും തൊടല് അനുവദനീയമാണ്, കറാഹത്ത് വരും എന്നുണ്ട്. എങ്കിലും ഈ ഭാര്യക്കും ഭർത്താവിനും പരസ്പരം കുളിപ്പിക്കാമോ? ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാമോ? ഭാര്യ മരിച്ചു, ഭാര്യയെ ഭർത്താവിന് കുളിപ്പിക്കാമോ? ഷാഫി മദ്ഹബാണ് പറയുന്നത് എന്ന കാര്യം മറന്നു പോകരുത്.